Hi children, next is a continuation class of subject verb agreement for the 8th standard students. The next is the pronoun like anybody, anyone, anything, each, either, everybody, everyone, everything, neither, nobody, no one, somebody, someone, something. Take singular verbs. അപ്പോൾ ഈ വാക്കുകളെല്ലാം സിംഗുലർ വേർബ്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത്തരം വാക്കുകൾ വന്നാൽ എനിബഡി, എനിവൺ, എനിത്തിങ്, ഈച്ച്, എയ്തർ, എവരിബഡി, എനിവൺ, എവരിത്തിങ്, നെയ്തർ, നോബഡി, നോ വൺ, സംബഡി, സംവൺ, സംതിങ്, ഇങ്ങനെയുള്ള വാക്കുകൾ വന്നാൽ, ഇങ്ങനെയുള്ള പ്രൊനൗൺസ് വന്നാൽ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത് സിംഗുലർ വേർബ്സ് ആയിരിക്കും. അതിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ടത് സിംഗുലർ വേർബ്സ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കാം. Nobody is allowed to enter the laboratory after school hours. ഇപ്പം നോബഡി എന്ന പ്രൊനൗണിന് ശേഷം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വേർബ് സിംഗുലർ ആണ്. നോബഡി ഈസ് അലൗഡ്. നോബഡി ഈസ് അലൗഡ് ടു എൻ്റർ ദ ലബോറട്ടറി ആഫ്റ്റർ സ്കൂൾ അവേഴ്സ്. നെക്സ്റ്റ് എക്സാമ്പിൾ. എവരി വൺ ഇൻ അവർ ക്ലാസ് ഹാസ് പെയ്ഡ് ദ മണി. എവരി വൺ എന്നുള്ള പ്രൊനൗൺ അതിന് ശേഷം പിന്നീട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വേർബ്, അവിടെ രണ്ട് വേർബ് ഉണ്ട്, ഹാസ് ഉണ്ട്, പെയ്ഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഹാസ് എന്നത് സിംഗുലർ ഫോമാണ്. അപ്പോൾ എവരി വൺ എന്നുള്ളത് സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സിംഗുലർ ഫോം ഓഫ് ദ വേർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ എവരി വൺ ഇൻ അവർ ക്ലാസ് ഹാസ് പെയ്ഡ് ദ മണി. അടുത്തത്, നെയ്തർ ഓഫ് ദ ചിൽഡ്രൻ ഈസ് ഗോയിങ് ഓൺ ദ ട്രിപ്പ്. ഇവിടെ നെയ്തർ എന്ന പ്രൊനൗൺ ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ ഇത് എന്നുള്ള അർത്ഥത്തിലാണ് നെയ്തർ ഉപയോഗിക്കുന്നത്. അതുമല്ലെങ്കിൽ ഇത്, അവരല്ലെങ്കിൽ ഇവർ, അങ്ങനെയുള്ള അർത്ഥത്തിലാണ് നമ്മൾ നെയ്തർ ഉപയോഗിക്കുന്നത്. നെയ്തർ ഓഫ് ദ ചിൽഡ്രൻ ഈസ് ഗോയിങ് ഓൺ ദ ട്രിപ്പ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നെയ്തർ എന്ന പ്രൊനൗണിൻ്റെ കൂടെ ഈസ് എന്നുള്ള സിംഗുലർ വേർബ് ഉപയോഗിച്ചാണ് ഈ സെൻറ്റൻസ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇനി അടുത്തത്, നൗൺസ് ലൈക്ക് ട്രൗസേഴ്സ്, പാൻസ്, ഷോർട്സ്, സിസേഴ്സ്, പ്ലയേഴ്സ്, സോക്സ് ആൻഡ് സ്പെക്ടാക്കിൾസ് ആർ ഓൾവേസ് പ്ലൂറൽ ഇൻ ഫോം ആൻഡ് ടേക്ക് പ്ലൂറൽ വേർബ്സ്. ഇനി അടുത്ത ഭാഗമെന്ന് പറയുന്നത് ട്രൗസേഴ്സ്, അല്ല അതൊരു പ്ലൂറൽ ഫോമാണ്. അതുപോലെ പാൻറ്റ്, പാൻറ്റ് എന്നല്ല നമ്മൾ പറയുന്നത് പാൻസ്, രണ്ട് കാലുകളും പാൻസ് എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഷോർട്സ് അതുപോലെ തന്നെയാണ്. സിസേഴ്സ്, അല്ലെ രണ്ട് ലീഫുണ്ട്, അതുകൊണ്ട് നമ്മളതിനെ സിസേഴ്സ് എന്നാണ് ഉപയോഗിക്കുന്നത്. പ്ലയേഴ്സ് അതിന് ചവണ, അതിന് എന്താ പ്ലയേഴ്സ്, രണ്ട് ലീഫുണ്ട്, അതുകൊണ്ട് അതിനെ പ്ലൂറലായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ സോക്സ്, അതുപോലെ തന്നെ സ്പെക്ടാക്കിൾസ്, ഇവയെല്ലാം പ്ലൂറൽ ഫോമാണ്. അതുകൊണ്ട് തന്നെ ഇവയുടെ കൂടെയെല്ലാം നമ്മൾ പ്ലൂറൽ വേർബാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് സബ്ജക്റ്റും വേർബും ആയിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് സാധ്യമാവുക. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. മൈ ന്യൂ സ്പെക്ടാക്കിൾസ് ആർ ലോസ്റ്റ്. മൈ ന്യൂ സ്പെക്ടാക്കിൾസ്, ഇവിടെ സ്പെക്ടാക്കിൾസ് എന്നത് പ്ലൂറൽ ഫോം ആയതുകൊണ്ട് അവിടെ വേർബ് ഉപയോഗിച്ചിരിക്കുന്നത് ആർ ലോസ്റ്റ് എന്നാണ്. അപ്പോൾ അവിടുത്തെ വേർബ്, ആദ്യത്തെ ഉപയോഗിച്ചിരിക്കുന്ന വേർബ് ആർ ആണ്. ഇനി അടുത്ത എക്സാമ്പിൾ, യുവർ ബ്ലൂ സോക്സ് ആർ ഇൻ ദ ഡ്രോയർ. ഇതാണ് ബ്ലൂ സോക്സ് ഡ്രോയറിലാണ്. ഇപ്പോൾ സോക്സ് എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് അവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വേർബ് ആർ എന്നുള്ളതാണ്. അടുത്ത എക്സാമ്പിൾ, ദ ട്രൗസേഴ്സ് നീഡ് റിപ്പയർ. ഇവിടെ ട്രൗസേഴ്സ് അതിനുശേഷം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നീഡ് എന്നാണ്. നീഡ്സ് എന്നല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ നീഡ് എന്ന ആ വേർബാണ് ഉപയോഗിച്ചത്. These trousers need repair. ഇനി അടുത്ത എക്സാമ്പിൾ, യുവർ ന്യൂ ഷോർട്സ് ലുക്ക് റിയലി കൂൾ. ഇവിടെ ഷോർട്സ് അത് പ്ലൂറൽ ആയതുകൊണ്ട് അതിനുശേഷം വന്നിരിക്കുന്ന വേർബ് ലുക്ക് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്. അത് പ്ലൂറൽ ഫോമിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്ലൂറലായിട്ട് തന്നെ ഉപയോഗിക്കണം അതിൻ്റെ കൂടെ വരുന്ന വേർബുകൾ. ഇനി മറ്റൊന്ന്, പ്രൊനൗൺസ് ലൈക്ക് ബോത്ത്, മെനി, ഫ്യൂ ആൻഡ് സെവറൽ ആർ ഓൾവേസ് പ്ലൂറൽ ആൻഡ് ടേക്ക് പ്ലൂറൽ വേർബ്സ്. ഇനി ബോത്ത്, മെനി, ഫ്യൂ ആൻഡ് സെവറൽ ഇത്തരം പ്രൊനൗണുകൾ വന്നു കഴിഞ്ഞാൽ അവയെല്ലാം പ്ലൂറൽ ആണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അവയുടെ കൂടെ നമ്മൾക്ക് പ്ലൂറൽ വേർബ് മാത്രമേ ഉപയോഗിക്കുവാൻ പാടുള്ളൂ. ഒരു എക്സാമ്പിൾ നോക്കാം. ബോത്ത് ദ ട്വിൻസ് ലുക്ക് ലൈക്ക്. ഇവിടെ ബോത്ത് എന്ന പ്രൊനൗൺ ഉപയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലൂറൽ ഫോം വേർബാണ് ട്വിൻസ് എന്ന് പറയുന്ന വാക്കിന് ശേഷം ഉപയോഗിച്ചിരിക്കുന്നത്.
ഇനി അടുത്തത് several of the painting were destroyed in the fire. several എന്നുള്ളത് പ്ലൂറൽ ഫോമാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പെയിൻറ്റിങ്ങിന് ശേഷം ഉപയോഗിച്ചിരിക്കുന്ന വേർബ് വെയർ എന്നുള്ള പ്ലൂറൽ ഫോം തന്നെയാണ്. അതുകൊണ്ട് ഇവിടെയും നമ്മൾക്ക് പറയാം സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്. അത് നൗണിൻ്റെ അല്ലെങ്കിൽ സബ്ജക്റ്റിൻ്റെ സ്വഭാവത്തിനെ ആശ്രയിച്ചിരിക്കും. സിംഗുലർ ആണെങ്കിൽ സിംഗുലറും പ്ലൂറലാണെങ്കിൽ പ്ലൂറലും. ഇനി അടുത്തത് കളക്റ്റീവ് നൗണാണ്. കളക്റ്റീവ് നൗണായ ഗവൺമെൻറ്, സ്റ്റാഫ്, സെനറ്റ്, കമ്മിറ്റി, ഹേർഡ്, ക്ലാസ്, ക്രൗഡ് ഇങ്ങനെയുള്ള വാക്കുകൾ, ഇങ്ങനെയുള്ള നൗണുകളിൽ സാധാരണ നമ്മൾ സിംഗുലർ ഫോമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങൾ നമ്മൾ പ്ലൂറൽ ഫോം ആയിട്ടാണ് ഇതിനെ കരുതുക. അപ്പോൾ കളക്റ്റീവ് നൗൺ ഏതൊക്കെയാണ്? ഗവൺമെൻറ്, സ്റ്റാഫ്, കമ്മിറ്റി, ഹേർഡ്, സെനറ്റ്, ക്ലാസ്, ക്രൗഡ് ഇങ്ങനെയുള്ള വാക്കുകളിൽ പൊതുവെ, ഇങ്ങനെയുള്ള കളക്റ്റീവ് നൗണുകളിൽ പൊതുവെ നമ്മൾ സിംഗുലറായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിലും ചില സന്ദർഭങ്ങൾക്കനുസരിച്ച് പ്ലൂറൽ ഉപയോഗിക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ നോക്കാം. ദ സ്റ്റാഫ് ഈസ് മീറ്റിംഗ് ടുഡേ. ദ സ്റ്റാഫ് എന്നുള്ളത് ഇവിടെ കളക്റ്റീവ് നൗൺ ആണെങ്കിലും നമ്മൾ അതിനെ സിംഗുലറായിട്ടാണ് അടുത്ത വേർബ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ വേർബ് ഏതാണ്? ഈസ് എന്നുള്ള വേർബാണ്. അപ്പോൾ സ്റ്റാഫ് ഈസ്, സ്റ്റാഫ് കളക്റ്റീവ് ആയതുകൊണ്ട് പ്ലൂറൽ ആണെങ്കിലും ഇവിടെ നമ്മൾ അതിനെ സിംഗുലറായി കണ്ട് അതിന് ഈസ് എന്ന വേർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ഒരു തെറ്റുമില്ല. അപ്പോൾ സന്ദർഭത്തിനനുസരിച്ചാണ് നമ്മളിവിടെ എന്തുപയോഗിക്കുക? സിംഗുലർ ആണോ പ്ലൂറലാണോ എന്ന് മനസ്സിലാക്കി ഉപയോഗിക്കുക. ഇനി മറ്റൊരു എക്സാമ്പിൾ ശ്രദ്ധിച്ചാൽ, ദ സ്റ്റാഫ് ആർ ഹാവിങ് ആൻ ആർഗ്യുമെൻറ്റ്. ഇവിടെ സ്റ്റാഫ് എന്നത് പ്ലൂറലായിട്ട് തന്നെയാണ്, അടുത്ത ആ സന്ദർഭത്തിനനുസരിച്ച് തന്നെയാണ് അതിനെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പ്ലൂറലായിട്ട് തന്നെ എടുത്തു. അവിടെ വന്നിരിക്കുന്ന വേർബും പ്ലൂറലായിട്ട് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ദ സ്റ്റാഫ് ആർ ഹാവിങ് ആൻ ആർഗ്യുമെൻറ്റ്. ഇനി ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സബ്ജക്റ്റും വേർബും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യപ്പെടാറുണ്ട് ചില വാക്കുകൾ ഉപയോഗിച്ച്. അപ്പോൾ എന്താണ്? സബ്ജക്റ്റിനെ വേർബുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ചില വാക്കുകൾ ചില സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. അത്തരം വാക്കുകളാണ് വിത്ത്, എലോങ് വിത്ത്, ഇൻക്ലൂഡിങ്, in addition to, as well as, besides, accompanied by, as well or not. ഇത്തരം എക്സ്പ്രഷൻസ് ഒരു സെൻറ്റൻസിൽ വന്നാൽ, ഒരു സബ്ജക്റ്റിന് കൂടെ ഇത്തരം എക്സ്പ്രഷൻസ് വന്നാൽ നമ്മൾ ഇത് സിംഗുലറാണോ പ്ലൂറലാണോ എന്ന് തീരുമാനിക്കുന്നത് സബ്ജക്റ്റിനെ ആശ്രയിച്ചായിരിക്കണം. അപ്പോൾ ഏതൊക്കെ വാക്കുകളാണ് സബ്ജക്റ്റിനെ സെപ്പറേറ്റ് ചെയ്യുന്ന, സബ്ജക്റ്റും വേർബുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന വാക്കുകളായ വിത്ത്, എലോങ് വിത്ത്, ഇൻക്ലൂഡിങ്, ആസ് വെൽ ആസ്, അക്കമ്പനീഡ് ബൈ, ഇൻ അഡീഷൻ ടു, ആസ് വെൽ ഓർ നോട്ട്. ഇത്തരം എക്സ്പ്രഷൻസ് വന്നാൽ അതിനെ നമ്മൾ പ്ലൂറലായിട്ടാണോ സിംഗിളറായിട്ടാണോ വേർബ് ഉപയോഗിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് സബ്ജക്റ്റിനെ ആശ്രയിച്ചായിരിക്കും. സബ്ജക്റ്റാണ് തീരുമാനമെടുക്കുക എന്തു വേണമെന്നുള്ളത്, സിംഗുലർ വേണോ പ്ലൂറൽ വേണോ എന്ന്. ഒരു ഉദാഹരണം, രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ദ ബോയ് ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ് ഈസ് വാച്ചിങ് ദ മാച്ച്. ഇവിടെ ദ ബോയ് എന്നുള്ളത് സിംഗുലറാണ്, സബ്ജക്റ്റ് സിംഗുലറാണ്. ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ് ആണ്. ബോയിയുടെ കൂട്ടുകാരുമായിട്ടാണ് എന്ത് കാണുക? മാച്ച് കാണുക. അപ്പോൾ ഇവിടെ ബോയ് എന്ന സബ്ജക്റ്റ് അതിനെ ആശ്രയിച്ചായിരിക്കണം എന്തു വരേണ്ടത്? ഇവിടുത്തെ വേർബ് വരേണ്ടത്. അത് സിംഗുലറാണോ പ്ലൂറലാണോ എന്ന് നമ്മൾ നിശ്ചയിക്കേണ്ടത്. അപ്പോൾ ദ ബോയ് ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ് ഈസ് വാച്ചിങ് ദ മാച്ച്. ബോയ് സിംഗുലറാണ്, സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് അവിടെ വന്നിരിക്കുന്ന വേർബ് നമ്മൾ ഈസ് എന്നുള്ളത്, ഈസ് വാച്ചിങ് എന്നുള്ളത് അത് സിംഗുലറായിട്ട് തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ദ പ്രസിഡന്റ് അലോങ് വിത്ത് ഹിസ് ബോഡി ഗാർഡ്സ് ഈസ് വാച്ചിങ് ദ മാച്ച്. പ്രസിഡന്റ് അലോങ് വിത്ത് ഹിസ് ബോഡി ഗാർഡ്സ്,
ബോഡി ഗാർഡ്സ് എന്നുള്ളത് പ്ലൂറലാണ്, പ്രസിഡന്റ് ഇവിടെ സബ്ജക്റ്റ് സിംഗുലറാണ്. അപ്പോൾ പ്രസിഡന്റ് സിംഗുലർ ആയതുകൊണ്ട് അവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈസ് എന്ന വേർബാണ്. അപ്പോൾ ഈസ് എന്നുള്ള സിംഗുലർ ഫോം വേർബ് അതിനോടുകൂടെ വാച്ചിങ് എന്ന ING ഫോം ജെറണ്ട് കൂടെ ചേർത്തിരിക്കുന്നു. അപ്പോൾ വാച്ചിങ് ദ മാച്ച്. ഇനി അടുത്ത എക്സാമ്പിൾ, ദ ബോയ്സ് ആസ് വെൽ ആസ് ദെയർ പാരൻസ് ആർ വാച്ചിങ് ദ മാച്ച്. ഇതാണ് ദ ബോയ്സ് ആസ് വെൽ ആസ് ദെയർ പാരൻസ് ആർ വാച്ചിങ് ദ മാച്ച്. ഇവിടെ ബോയ്സ് എന്നത് പ്ലൂറലാണ്. അപ്പോൾ സബ്ജക്റ്റ് പ്ലൂറലായതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന വേർബിനെയും പ്ലൂറലാക്കി, ആർ വാച്ചിങ് എന്നാക്കി. ഇനി അടുത്തത് പോർഷൻസ് ഇൻഡിക്കേറ്റിംഗ് വേർഡ്സ്. ആ വാക്കുകൾ ഇതൊക്കെയാണ്: പ്രസന്റ്, ഫ്രാക്ഷൻ, പാർട്ട്, മെജോറിറ്റി, സം, ഓൾ, നൺ, റിമൈൻഡർ. ഇങ്ങനെയുള്ള വാക്കുകൾ വന്നാൽ അവിടെ വരുന്ന നാമങ്ങൾ, ഓഫ് ഫ്രൈസ് ചേർത്തു വരുന്ന നാമങ്ങൾ, അത്തരം നാമങ്ങളായിരിക്കും ഉപയോഗിക്കേണ്ട വേർബ് സിംഗിളാണോ പ്ലൂറലാണോ എന്ന് നിശ്ചയിക്കുന്നത്. മനസ്സിലായില്ല. പോർഷൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വാക്കുകളായ പ്രസന്റ്, ഫ്രാക്ഷൻ, പാർട്ട്, മെജോറിറ്റി, സം, ഓൾ, നൺ, റിമൈൻഡർ ഇങ്ങനെയുള്ള വാക്കുകൾ നൗൺ ഓഫ് ഫ്രൈസ് ആയിട്ട് വന്നാൽ, ഓഫ് ഫ്രൈസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഓഫ് ദ പ്രിപ്പോസിഷൻ. അപ്പോൾ ഒബ്ജക്റ്റ് ഓഫ് ദ പ്രിപ്പോസിഷൻ വെച്ചാൽ ഒബ്ജക്റ്റിന് തൊട്ട് മുന്നേ വരുന്ന ഓഫ് പ്രിപ്പോസിഷൻ അതിനോട് ചേർന്ന് വരുന്ന നാമങ്ങൾ ആണെങ്കിൽ അത്തരം നാമങ്ങളുടെ കൂടെ നമ്മൾ സിംഗിൾ വേണോ പ്ലൂറലാണോ എന്ന് നിശ്ചയിക്കുന്നത് ആ സെൻറ്റൻസിൻ്റെ ഓഫ് ഫ്രൈസ് മനസ്സിലാക്കിയായിരിക്കണം. അപ്പോൾ ഒരു നാമത്തിന് ശേഷം വരുന്ന ഓഫ് ഫ്രൈസ് എന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് ഓഫ് ദ പ്രിപ്പോസിഷൻ എന്നാണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാകും അല്ലേ, ഒരു സബ്ജക്റ്റ് ഉണ്ടാകും, ഒരു ഒബ്ജക്റ്റ് ഉണ്ടാകും. അപ്പോൾ ഒബ്ജക്റ്റിന് തൊട്ട് വരുന്ന പ്രിപ്പോസിഷൻ ആ ഓഫ് പ്രിപ്പോസിഷൻ അനുസരിച്ചായിരിക്കും എന്ത് സിംഗുലർ അല്ലെങ്കിൽ പ്ലൂറൽ വേണമെന്ന് നമ്മൾ തീരുമാനിക്കുവാനായിട്ട്. ഒരു ഉദാഹരണം നോക്കാം. 1/4 ഓഫ് ദ സിറ്റി ഈസ് ഇല്ലിറ്ററേറ്റ്. ഇവിടെ ഓഫ് ഫ്രൈസ് അല്ലേ, അവിടെ ഓഫ് ദ സിറ്റി, 1/4 ഓഫ് ദ സിറ്റി ഈസ് ഇല്ലിറ്ററേറ്റ്. അപ്പോൾ ഇവിടെ ഓഫ് ഫ്രൈസ് നോക്കിയാണ് നമ്മൾ സിംഗുലറാണോ പ്ലൂറലാണോ എന്ന് നമ്മൾ നിശ്ചയിക്കുക. ഇവിടെ സിറ്റി എന്നുള്ളത് സിംഗുലറാണ്, അതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വേർബും സിംഗുലറാണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 1/4 ഓഫ് ദ പീപ്പിൾ ഇൻ ദ സിറ്റി ആർ ഇല്ലിറ്ററേറ്റ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആർ എന്നുള്ള പ്ലൂറൽ വേർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 1/4 ഓഫ് ദ പീപ്പിൾ ഇൻ ദ സിറ്റി, ഇവിടെ പീപ്പിൾ എന്ന പ്ലൂറൽ വന്നിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആർ എന്ന വേർബ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 1/4 ഓഫ് ദ പീപ്പിൾ ഇസ് ദ സബ്ജക്റ്റ്. ഇവിടെ ഈ സബ്ജക്റ്റ് പ്ലൂറലായതുകൊണ്ട് പിന്നീട് വന്നിരിക്കുന്ന വേർബും പ്ലൂറലായിട്ട് തന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു. ഇതാണ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വരുന്ന സബ്ജക്റ്റിനെ ആശ്രയിച്ചായിരിക്കും പ്ലൂറലാണോ സിംഗിളാണോ എന്ന് നമ്മൾ വേർബ് വരേണ്ടത് പ്ലൂറലാണോ സിംഗിളാണോ എന്ന് നിശ്ചയിക്കേണ്ടത്. അവസാനം പറഞ്ഞ ഭാഗം അത് ഒബ്ജക്റ്റ് ഓഫ് ദ പ്രിപ്പോസിഷൻ നോക്കി വേണം സിംഗുലറാണോ പ്ലൂറലാണോ എന്ന് നിശ്ചയിക്കേണ്ടത്. ഇപ്പോൾ ഇത്തരം ഭാഗം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സുമായിട്ട് വരുന്നതുവരെ നന്ദി, നമസ്കാരം.